നമസ്കാരം. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപോകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഗവർണറുടെ നടപടിയാണ് ഭരണഘടനാ വിരുദ്ധം. സർവകലാശാലകളിൽ RSS സംഘപരിവാർ അനുകൂലികളെ കുത്തിനിറച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ഗവർണറുടെ ശ്രമം. സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന്റെ തുടർച്ചയാണിത്. ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭരണഘടനാപരമായ ജനാധിപത്യ അവകാശമാണ്. SFI ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ്. SFI നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ എതിർക്കാനെന്ന വണ്ണം ചാൻസലർ മുഖ്യമന്ത്രിയെ നിരന്തരം അപഹസിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഗവർണർ പദവിയിലിരിക്കുന്ന വ്യക്തി പാലിക്കേണ്ട ഭരണഘടനാപരമായ ചുമതലകൾ പാലിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികളാണ് അദ്ദേഹത്തിൽ നിന്നും നിരന്തരം ഉണ്ടാകുന്നത്. ഏകപക്ഷീയമായി വർഗീയത അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഗവർണർ നടത്തുന്നത്. അത് കേരളത്തിൽ വിലപോകില്ലെന്ന് വ്യക്തമായപ്പോഴുള്ള വെപ്രാളമാണ് ഇപ്പോൾ കാണുന്നത്. സർവകലാശാലയിലെ കാവ്യവൽക്കരണ നിലപാടുകൾ ഭരണഘടന ഉപയോഗിച്ച് മറയ്ക്കാനുള്ള നീക്കമാണ് ഗവർണർ നടത്തുന്നത്. അത് കേരളം അനുവദിച്ചു നൽകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ SFI പ്രവർത്തകർ ഉയർത്തിയ ബാനറുകൾ പോലീസിനെ കൊണ്ട് ഗവർണർ അഴിപ്പിച്ചിരുന്നു. ഇന്ന് രാത്രി 7:00 ഇത്. SFIക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടും പോലീസിനോട് കയർത്തുകൊണ്ടുമാണ് രാത്രിയോടെ ഗവർണർ ബാനറുകൾ അഴിപ്പിക്കാൻ നേരിട്ട് രംഗത്തിറങ്ങിയത്. ഗവർണർ അഴിച്ചുമാറ്റിച്ച ബാനർ വീണ്ടും SFI പ്രവർത്തകർ കെട്ടി. SFI സെക്രട്ടറി PM ആർഷയുടെ നേതൃത്വത്തിലാണ് തിരിച്ചു കെട്ടിയത്. പോലീസ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നാണ് ബാനർ കെട്ടിയത്. ഇതിനിടെ SFI പ്രവർത്തകർ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ബാനർ കെട്ടിയത്. ഗവർണറുടെ കോലവും കത്തിച്ചു. ആരിഫ് മുഹമ്മദ് ഖാൻ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധനാണ്. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകൊണ്ടാണ് SFI നിൽക്കുന്നത്. സമരം അക്രമത്തിലേക്ക് കടക്കാനാണ് ഗവർണർ ആഗ്രഹിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാനെ അനുകൂലിച്ച് RSS സ്ഥാപിച്ച് ബാനർ കത്തിക്കും. പോലീസ് സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി. കുനിയാൻ പറഞ്ഞാൽ കിടക്കുന്ന പോലീസുകാർ ഈ കൂട്ടത്തിലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ വന്നിട്ട് ബാത്റൂം കഴുകിത്തരാൻ പറഞ്ഞാൽ പോയി കഴുകിയിട്ട് പോലീസിന്റെ അന്തസ്സ് കളയുന്ന പണിയെടുക്കാൻ നിൽക്കരുത് എന്നാണ് പറയാനുള്ളതെന്നും ആർഷോ പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയിൽ തനിക്കെതിരെ പോസ്റ്റർ സ്ഥാപിച്ചത് പോലീസാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചിരുന്നു. അപകീർത്തികരമായ പോസ്റ്റർ സ്ഥാപിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണിത്. മുഖ്യമന്ത്രിയുടേത് ബോധപൂർവമായ നീക്കമാണെന്നും രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അക്രമത്തിന് ഒരുമ്പെട്ട SFIക്കാരെ പിണറായി വിജയൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് കേന്ദ്രമന്ത്രി V മുരളീധരൻ പറയുന്നത്. മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയല്ല, പാർട്ടി നേതാവായി മാത്രമാണ് പിണറായി സംസാരിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വിമർശിച്ചു. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള സെമിനാറിൽ പങ്കെടുക്കുമ്പോൾ ഗവർണറെ തടയുമെന്ന് വെല്ലുവിളിക്കുന്നവർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലെ വിവാഹത്തിന് പോകുമ്പോൾ തടയാത്തത് എന്താണെന്ന് മുരളീധരൻ ചോദിച്ചു. ഗുരുദേവനെക്കുറിച്ചുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരണങ്ങൾ തിരുത്താൻ ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള പണ്ഡിതർക്ക് കഴിയും. അതാണ് CPMനെ ആശങ്കപ്പെടുത്തുന്നത്. സെനറ്റിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ സർവകലാശാല ചട്ടപ്രകാരം ചാൻസലർക്ക് അധികാരമുണ്ട്. ആരുടെയും ശുപാർശ സ്വീകരിക്കേണ്ടതില്ല. CPM പാർട്ടി ഓഫീസിൽ നിന്ന് നൽകുന്ന ലിസ്റ്റിൽ ഒപ്പുവെക്കുന്ന ആളല്ല ഇപ്പോഴത്തെ ഗവർണർ എന്നും V മുരളീധരൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റോട് വിയോജിച്ചവരെ ഇല്ലാതാക്കുന്ന രീതിയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത്. ആരിഫ് മുഹമ്മദ് ഖാനോടുള്ള അസഹിഷ്ണുതയ്ക്കും ഇതേ കാരണം തന്നെയെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയതും പിണറായിയുടെ ആഹ്വാനപ്രകാരമായിരുന്നു. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തിനും മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. പകരം നികുതി പണം ഉപയോഗിച്ച് യാത്ര ചെയ്ത് ഗവർണറെയും കേന്ദ്ര സർക്കാരിനെയും ചീത്ത വിളിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട വികലമായ നയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമമെന്നും V മുരളീധരൻ പറഞ്ഞു. സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ക്രിമിനലുകളെ കൂടെ കൊണ്ടു നടക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതി ജനം വിലയിരുത്തട്ടെയെന്നും V മുരളീധരൻ പറഞ്ഞു.